നല്ല മഴ. അപ്പം മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ ദാ മത്തം പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ 2-3 കവർ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ മത്തം നമുക്കൊന്ന് പൊട്ടിക്കുക കേട്ടോ. ഷേപ്പ് വേറൊരു രീതിയിലാണ് കേട്ടോ. എന്തായാലും പൊട്ടിച്ച് നമുക്ക് ഇന്ന് മത്തൻ കറി ഉണ്ടാക്കാം. പിന്നെ പപ്പായ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങേൻ്റെ ഇലയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇതാ നമ്മൾ മത്തം പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അറിയാതെ ഈ സൈഡും കൂടി കട്ടായി പോയി കേട്ടോ. ഇവിടുന്ന് കട്ട് ചെയ്യണ പകരം ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ മത്തൻ്റെ ഇതാ കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് വെക്കേണ്ട, ഒരു കഷ്ണം വെച്ചാൽ മതി. അപ്പോൾ ഇതാ അത് കട്ട് ചെയ്തിട്ടുണ്ട്, കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. കുറച്ച് 2 മുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ നമ്മൾ മുരിങ്ങൻ്റെ ഇല ശരിയാക്കിയിട്ടുണ്ട്. ഇതാ വെന്തു, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പിലും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മുരിങ്ങൻ്റെ ഇലയും പിന്നെ നമ്മൾ പപ്പായയും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. മത്തൻ കറിയും പിന്നെ അച്ചാറ്, ബീട്രൂട്ട് അച്ചാറും ഉണ്ട്, മുളകച്ചാറുണ്ട് കേട്ടോ. ചിക്കനും ബീഫും മീനൊന്നും ഇല്ലെങ്കിൽ ഇത് കൂട്ടി നല്ല വയറ് നിറച്ചും ഭക്ഷണം കഴിക്കും.